ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ആണ്. ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് മാത്രമല്ല, ഞാൻ എൻ്റെ ലിപ്പിന് യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ പുതിയ മൈക്ക്, ചെറിയ പൈസയുടെ മൈക്കാണ്. ഞാൻ വലിയ യൂട്യൂബറായിട്ട് റോഡിൻ്റെ മൈക്കൊക്കെ വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഏകദേശം കുറച്ച് വർഷമായിട്ടുള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതായത് ഞാൻ കോളേജ് ടൈം വരെ സത്യം പറഞ്ഞാൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ടായിട്ടില്ല. ഒരു 4th ഇയർ ഒക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതും ഭയങ്കര ഡാർക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യില്ല, ലിപ് ബാം ആണ്. പിന്നെ ഞാൻ കോളേജും കഴിഞ്ഞ് ജോലിക്കും കയറി ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലിപ്സ്റ്റിക്കിന് അഡിക്റ്റ് ആയത്. എങ്ങനെയാണ് ഞാൻ ലിപ്സ്റ്റിക്കിന് അഡിക്റ്റ് ആയതെന്ന് എനിക്കറിയില്ല. ഇപ്പം എനിക്ക് ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരു ദിവസം എനിക്ക് കഴിച്ചു കൂട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്ര ഗ്രാം ലിപ്സ്റ്റിക് എങ്കിലും വേണം. കാരണം എനിക്ക് ലിപ്സ്റ്റിക് ആണ് ഇപ്പം എൻ്റെ കോൺഫിഡൻസ്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കുറേ ലിപ്സ്റ്റിക്സ് ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും അതൊക്കെ വലിയ പൈസയുടെ ആണ്. പക്ഷേ അല്ല, എൻ്റെ ലിപ്സ്റ്റിക് എല്ലാം അഫോർഡബിൾ ലിപ്സ്റ്റിക് ആണ്. ന്യൂഡ് ഷെയ്ഡ്സും ഉണ്ട്, നല്ല ഡാർക്ക് ഷെയ്ഡ്സും ഉണ്ട്. പക്ഷെ ഭയങ്കര അഫോർഡബിൾ ആണ്. ഞാൻ ബ്രാൻഡഡ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതും അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ബ്രാൻഡഡ് ലിപ്സ്റ്റിക്സ് ആണ്. അല്ലാതെ മാക്കിൻ്റെയോ ഹുദ ബ്യൂട്ടിയുടെയോ ബെനിഫിറ്റ് കോസ്മെറ്റിക്സിൻ്റെയോ അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഞാൻ ഇതുവരെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇനി പോകെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നമ്മുടെ മാക്കിൻ്റെ റൂബി റെഡ് കളർ ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ആണ് എൻ്റെ ലിപ്സ്റ്റിക് ബാഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു എണ്ണിയിട്ടില്ല ഞാൻ, കുറച്ച് ലിപ്സ്റ്റിക്സും ഉണ്ട്, പിന്നെ ഒരു 2-3 ലിപ് ബാമും ഉണ്ട്, ഒരു ലിപ് ലൈനർ, പിന്നെ ഞാൻ ലിപ്പിന് യൂസ് ചെയ്യുന്ന ഒരു സ്ലീപ്പിംഗ് മാസ്കും പിന്നെ ഒരു സ്ക്രബും ആണ് വരുന്നത്. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. അപ്പം ഇപ്പം ഞാൻ എൻ്റെ ചുണ്ടിൽ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം നമുക്കൊരു ലിപ് ബാം ഇട്ട് തുടങ്ങാം. കാരണം ഞാൻ ചെറുതിൽ ലിപ്സ്റ്റിക്ക് മറ്റുള്ളവരിടുന്നത് കണ്ടിട്ട് ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ പണ്ട് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, ഫാൻസിലൊക്കെ 15 രൂപക്കും 20 രൂപക്കും ഒരു ലിപ്സ്റ്റിക് കിട്ടാനുണ്ട്. ഒരു പിങ്ക് കളറായിരിക്കും അതിൻ്റെ കവർ, ഉള്ളിലൊരു വൈറ്റ് കളർ വാക്സ് പോലെ ആയിരിക്കും. കാണുമ്പോൾ കളർ ഉണ്ടാവില്ല, ഇട്ട് കഴിയുമ്പോൾ ഒരു റെഡ് കളറോ പിങ്ക് കളറോ വരും. അതായിരുന്നു പണ്ടത്തെ മാജിക് ലിപ്സ്റ്റിക്സ്. അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത്. അത് തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കളി കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് അത് വാങ്ങിക്കുന്നത്. അത് ഇട്ടിട്ടാണ് ചുണ്ടിങ്ങനെ കരിവാളിച്ചത് സത്യം പറഞ്ഞാൽ. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാറില്ല. ലെബല്ലോ നിവ്യയുടെ ലിപ് ബാം അങ്ങനത്തെ ഞാൻ യൂസ് ചെയ്യുക, അതിലും ടിൻറ്റ് വരുന്നത്. പിന്നെ കോളേജിലെത്തിയപ്പോഴാണ് ഫ്രണ്ട്സ്, എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്ന കാണുന്നത്. അപ്പോൾ അവർ ഓരോരോ ബ്രാൻഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇങ്ങനെയൊക്കെ ബ്രാൻഡ്സ് ഉണ്ടെന്ന്. അപ്പം ഞാൻ അവരുടേത് ഈശ്വര നാക്കുളിക്ക് അവരതെടുത്ത് ട്രൈ ചെയ്യും. അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ലിപ്സ്റ്റിക് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ഓരോരോ യൂട്യൂബ് ചാനൽ നോക്കി ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ദേഗയുടെ ലിപ് ബാം ഇടാം. ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലിപ് ബാം. ഞാനിപ്പം ദേഗയുടെ ലിപ് ബാം ഏകദേശം 3 ഇയേഴ്സായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കിത് അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അപ്പം നമുക്കിത് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലിപ് ബാം ഇട്ടപ്പോൾ തന്നെ ചെറിയൊരു ടിൻറ്റ് വന്നിട്ടുണ്ട്. ഈ ദേഗയുടെ ലിപ് ബാം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ലിപ് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പെർസെൻറ്റേജോളം കുറച്ചൊരു ഇതുവരെയോളം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഫസ്റ്റ് ലിപ്സ്റ്റിക് എടുക്കാം. പിന്നെ ഈ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഒക്കെ ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്ക്. ഇത് വെറും 99 രൂപയുടെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് കോഫി കമാൻഡ്. നമുക്കിതൊന്ന് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. ലൈറ്റിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ നോക്കി എൻ്റെ ഫേസിൻ്റെ ഒരു കളർ തന്നെ മാറിയില്ലേ. അതുകൊണ്ടാണ് എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആക്കും നമ്മുടെ ഫേസ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇനി അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മാമ എർത്തിൻ്റെ ലിപ്സ്റ്റിക് ആണ്. ഇതിൽ മാമ എർത്തിൻ്റെ 2 പ്രൊഡക്റ്റ് ഉണ്ട്. ആക്ച്വലി ഇതിൽ ഒരു പ്രൊഡക്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ന്യൂഡ് ടീ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അപ്പം ഞാൻ എൻ്റെ ആ ലിപ്സ്റ്റിക്ക് തീർന്ന സമയത്ത് ഞാൻ വേറൊരു ലിപ്സ്റ്റിക് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം ഷെയ്ഡ് മാറിക്കൊടുത്തു പോയി. അങ്ങനെയാണ് ഞാൻ ന്യൂഡ് പഞ്ച് എന്ന് പറഞ്ഞ ഒരു
ഇത് ഷെയ്ഡ് ഓർഡർ ചെയ്യുന്നത്. പക്ഷെ അതെനിക്ക് വലിയ രീതിയിൽ ഇഷ്ടമായില്ല. പിന്നെ വാങ്ങിച്ചതല്ലേന്ന് വിചാരിച്ച് ഞാൻ വേറെ ലിപ്സ്റ്റിക്സിന്റെ കൂടെ മിക്സ് ചെയ്തിടും. അപ്പൊ ഇത് രണ്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ചെറുതായിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് സ്ഥലം മാറിയിട്ടുണ്ട്, കാരണം ലൈറ്റിങ് ശരിയില്ല, അതുകൊണ്ട് ഷെയ്ഡ് കാണുന്നില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് ന്യൂഡ് ടീ ആണ് മാമാഅർത്തിന്റെ. ഇനി നമുക്ക് ന്യൂഡ് പഞ്ച് ഇടാം. ണ്ടോ, ഇത് മറ്റേ ഷെയ്ഡിനെക്കാളും ഫേസ് വാഷ് ഔട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഈ ഷെയ്ഡ് വലിയ ഇഷ്ടമല്ല. പക്ഷെ ഇത് വേറൊരു ഷെയ്ഡായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 400 സംതിങ് 500ന്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഓക്കെ ഗൈസ്, ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ മെബിലൈൻ സെൻസേഷണൽ ലിക്വിഡ് മാറ്റയുടെ 3 ലിപ്സ്റ്റിക് ആണ്. ഇതാണ് 3 ഷെയ്ഡ് വരുന്നത്. അതിൽ ഇതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വാങ്ങിച്ച ലിപ്സ്റ്റിക്. ഇതല്ല കേട്ടോ, ഈ ലിപ്സ്റ്റിക് ആണ്, ഈ ബ്രാൻഡും ഈ ഷെയ്ഡും ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിച്ച ലിപ്സ്റ്റിക്. ന്യൂഡാണ് ഷെയ്ഡാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ലിപ്സ്റ്റിക്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ പിന്നെയും വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് മാമാഅർത്തിനാണ്. ഇത് സെൻസേഷണലി മീ, ഇത് ന്യൂഡ് നൂയിസെൻസ്, പിന്നെ ഇത് റെഡ് സെറനേഡ്. ഇതാണ് 3 ഷെയ്ഡ് വരുന്നത്. അപ്പൊ 3 ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, ഞാൻ കൈക്ക് ഇത് റബ്ബ് ചെയ്ത് ഉരച്ച് കാണിക്കാം. അപ്പം ആദ്യത്തേത് സെൻസേഷണലി മീ ആണ്, റെഡ് സെറനേഡ്. ഇത് കുറച്ച് റെഡിഷ് ആയിട്ടുള്ള കളറാണ്. ന്യൂഡും കുറച്ചും കൂടി ഡാർക്കായി ഇത് വെച്ച് നോക്കുമ്പോൾ, എന്നാലും ഏകദേശം സെയിം ആണ് വരുന്നത്. നിങ്ങൾക്ക് ലൈറ്റിംഗ് കാരണം കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇത് കുറച്ചും കൂടി ഒരു ഡിം ഷെയ്ഡായി ഇങ്ങനെ വരും. ഇതിൽ ഈ ഷെയ്ഡ് ന്യൂഡ് നൂയിസെൻസ് ലാസ്റ്റ് കാണിച്ച ഷെയ്ഡും മാമാഅർത്തിന്റെ ന്യൂട്ടിയും ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഡാസ്ലർ ആണ്. ഇതിപ്പം ഡാസ്ലർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ 25 ഷെയ്ഡാന്ന് തോന്നുന്നു. ഇതിപ്പം എല്ലാ പെൺകുട്ടികളുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഷെയ്ഡാണ്. എവിടെ നോക്കിയാലും അതിന്റെ ഷോർട്സും വീഡിയോസും പിന്നെ പ്രൊമോഷൻസ് ഒക്കെ കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും 25 ഷെയ്ഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത് 36 ഷെയ്ഡാണ്. ഇത് ഓൾറെഡി ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാല് എനിക്ക് അവിടുന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചത് പിന്നെ ഒരു മോളിൽ നിന്നാണ് വാങ്ങിച്ചത്, നമ്മുടെ പയ്യന്നൂരിലെ. അപ്പൊ അവിടുന്ന് എനിക്ക് യൂസ് ചെയ്ത സമയത്ത് ഇഷ്ടപ്പെട്ടു. പക്ഷെ വീട്ടിൽ വന്നിട്ട് ഇട്ട സമയത്ത് എനിക്ക് എന്റെ ഫേസ് വാഷ് ഡള്ളാക്കുന്ന പോലെ തോന്നി. എന്തായാലും ഞാൻ ഇട്ട് കാണിച്ചുതരാം, നിങ്ങൾ തന്നെ പറ എങ്ങനെയുണ്ട് നോക്കി. കണ്ട, ഒരുമാതിരി മറ്റേ ഇംഗ്ലീഷ് സിനിമയിലെ പ്രേതത്തിനെ പോലെയാണ് എനിക്ക് ഇത് ഇട്ടാലെന്ന തോന്നല്. അവിടുന്ന് ഇട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേ ബി അവിടുത്തെ ലൈറ്റിങ്ങിന്റെ ആയിരിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്ന് പറയുന്നത് മാർസിന്റെ ആണ്. മാർസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരേ ഒരു ലിപ്സ്റ്റിക് എന്റെ കയ്യിലുള്ളൂ. ഇതും ഞാൻ ആരുടെയോ റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഓൺലൈനിലാണ് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നത് ആമസോണിന്നാണ് വാങ്ങിച്ചത്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ബോളിവുഡ് സർപ്രൈസ് 09. ക്രീമിയാണ് കേട്ടോ. പിന്നെ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാനിപ്പോ കാണിച്ച മിക്ക ലിപ്സ്റ്റിക്സും ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് കുറവാണ് എന്റെ കയ്യിൽ. അപ്പൊ അതിലൊന്നാണ് ഇത്. കൊള്ളാം അല്ലേ? മറ്റേതിന്റെ അത്ര പ്രേതം പോലെ ആക്കുന്നില്ലെങ്കിലും ചേരുന്നുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ആക്ച്വലി എന്റെ ചേച്ചി ദുബായിലാണ്. അപ്പൊ അവിടെ ഞാൻ വെക്കേഷന് പോയ സമയത്ത് എനിക്ക് ചേച്ചി ഗിഫ്റ്റ് ചെയ്ത ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് മൊക്കാലീഷ്യസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് എങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യലെന്ന് എനിക്കറിയില്ല. അല്ല മൊച്ചാലീഷ്യസ് എന്നാണോ എനിക്കറിയില്ല. MOCHALIAOUS മോക്കാന്നായിരിക്കാം, മൊക്കാലീഷ്യസ് എന്നായിരിക്കാം. അപ്പം ഇത് ഞാൻ വാങ്ങിച്ചിട്ട് യൂസ് തീരെ ചെയ്യാത്തൊരു ലിപ്സ്റ്റിക് ആണ്. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ ലിപ്സ്റ്റിക്. ഇത് പേർപ്പിളിലുണ്ട്, ഞാൻ ഇത് കണ്ടിട്ടുണ്ട് പേർപ്പിളില്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഫേസ് വാഷ് ഔട്ട് ആക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഈ ലിപ്സ്റ്റിക്സ് എല്ലാം വേറൊരു ലിപ്സ്റ്റിക്സിന്റെ കൂടെ മിക്സ് ചെയ്തിടുമ്പോൾ ചിലപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നേരത്തെ കാണിച്ചില്ലേ ഇൻസൈറ്റിന്റെ, അതിന്റെ തന്നെ സെയിം 99 റുപ്പീസിന്റെ ഈ ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ഷെയ്ഡ് ഞാൻ ജസ്റ്റ് കൈക്ക് വരച്ചിട്ട് കാണിക്കാം. ഇതാണ് വരുന്നത്. ഇതൊരു പിങ്ക് പേർപ്പിൾ മിക്സ് കളറാന്ന് പറയാം. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇൻസൈഡ് റോയൽ 20. ഇത് ഞാൻ ഇവിടെ നാട്ടിലില്ലേ
ഒരു മാളില് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഇത് നൈക്കയുടെ ബോൺ അപ്പറ്റൈറ്റ് ബേബി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതെന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ്. ഞാൻ ഒരു കാലത്ത് ഇത് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ടായത്. ഇത് പേർപ്പിളിലും അവൈലബിൾ ആണ്, നൈക്കയിലും അവൈലബിൾ ആണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ഒരു റെഡ് ഓറഞ്ച് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ ഇട്ട് കാണിച്ചത്. നമ്മള് എന്റെ ഫേസ് തന്നെ ഇപ്പൊ പെട്ടെന്നൊരു ബ്രൈറ്റ് ആയ പോലെ തോന്നില്ലേ? ഇതിന്റെ പ്രൈസ് വരുന്നത് എനിക്കൊന്ന് 300ന്റെ ഉള്ളിലാണ് വരുന്നത്. ഇതൊരു അടിപൊളി ഷെയ്ഡാണ്. ആർക്കെങ്കിലും ലിപ്സ്റ്റിക്സ് ഒട്ടും ന്യൂഡല്ല, എന്നാൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നുന്നവർക്ക് ഈ ഒരു ഷെയ്ഡ് വാങ്ങിക്കാവുന്നതാണ്. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് സൂഡിയോയുടെ ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഇത് റീസെന്റ് ആയിട്ട് 1 വീക്ക് മുന്നേ പർച്ചേസ് ചെയ്തതാണ്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ബോൾഡ് R02. അപ്പൊ എനിക്ക് റെഡ് ലിപ്സ്റ്റിക് വേണമെന്നുണ്ടായിരുന്നു. സൂഡിയോ പോയ സമയത്ത് ഞാൻ ട്രൈ ചെയ്തു, ഇഷ്ടപ്പെട്ടു, എടുത്തു. ഇതും അതുപോലെ തന്നെ ഞാൻ അധികം ഒന്നും യൂസ് ചെയ്യാറില്ല, എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴാണ് യൂസ് ചെയ്തത്. ഇതൊരു ബ്രിക്ക് റെഡ് കളറാണ്. അതിന്റെ കൂടെ തന്നെ ഒരു സൈഡിൽ ലിപ്സ്റ്റിക്കും ഒരു സൈഡിൽ ലിപ് ഗ്ലോസും ആണ് വരുന്നത്. അപ്പം ഇത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ലിപ്സ്റ്റിക്ക് നല്ലൊരു ഷെയ്ഡാണ് വരുന്നത്, നല്ലൊരു ബ്രിക്ക് റെഡ് ആണ് വരുന്നത്. ലിപ് ഗ്ലോസ് ഞാൻ ഇതുവരെ ഇത് ഓപ്പൺ തന്നെ ചെയ്തിട്ടില്ല. അത് കണ്ട സീല് നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് അറ്റ്ലീസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഓപ്പൺ പോലും ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് ഇപ്പം തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ഗ്ലോ ഭംഗിയുണ്ട്. ഒരു മാറ്റിന്ന് ഒരു ഗ്ലോയിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ വരുന്നത്. ഇതിലിപ്പോ ഞാൻ കാണിച്ചു വന്ന് മെബിലൈന്റെയും ഒരു 4 മെബിലൈന്റെയും പിന്നെ മാമാ എർത്ത്, ഇൻസൈറ്റ്, നൈക്കയുടെ, മാർസ്, പിന്നെ വെറ്റ് ആൻഡ് വെൽ, ഇത്രയും ബ്രാൻഡിന്റെ ആണ് ഞാൻ കാണിച്ചത്. ഇനി ഇത് കൂടാതെ എന്റെ കയ്യിൽ 2 ബ്രാൻഡ് അത് എന്തിനാ ഞാൻ വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല. 2 ചാത്തൻ സാധനമാണ് ഞാൻ കാണിച്ചുതരാം. ഒരു ബ്രാൻഡ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതാണ് ഹുദ ബ്യൂട്ടിയുടെ 200 രൂപേന്റെ ലിപ്സ്റ്റിക്. ഹുദ ബ്യൂട്ടിയുടെ 1200, 2000, 3000 ലിപ്സ്റ്റിക് നമ്മുടെ നാട്ടിൽ 200 രൂപക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ലിപ്സ്റ്റിക്സിനെ കുറിച്ചിട്ട് അറിയുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തു. ഇതൊക്കെ എന്തിനാ ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സമയത്ത് കണ്ടാ പൊട്ടിപ്പോയി. ആ സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്തിട്ട് എന്റെ ചുണ്ട് നല്ലപോലെ കറുത്തിട്ടുണ്ട്. പക്ഷെ ഇത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ കുറെ നാൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നെ ബ്രാൻഡേ ഇല്ല. ഇത് ഏത് ബ്രാൻഡാന്ന് എനിക്കറിയില്ല. ഇതൊരു റെഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ ഇടക്കിടക്ക് ബ്ലഷ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ആയിട്ടും യൂസ് ചെയ്യലുണ്ട്. എന്തെങ്കിലും ഇപ്പോ ഡാൻസ് പ്രോഗ്രാമിന് നേരത്തെ പറഞ്ഞ പോലെ പോകുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് നല്ല ബ്ലഡ് റെഡ് ആണ്. അപ്പൊ ഈ 2 ചാത്തൻ സാധനം കൂടിയാണ് എന്റെ കയ്യിലുള്ളത്. ഇത്രയാണ് എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് വരുന്നത്. അപ്പൊ ഓൾറെഡി ഞാൻ ലിപ് ബാം ദേഗയുടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാം ആണ് നിവിയയുടെ ലിപ് ബാം. പിന്നെ ഇതാണ് എന്റെ ഇപ്പത്തെ കറന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് സ്ലീപ്പിംഗ് മാസ്ക്. ഇത് ലെനേഷിന്റെ ഒരു കൊറിയൻ ബ്രാൻഡാണ്. അതിന്റെ ലിപ് മാസ്ക് ആണ്. എനിക്ക് ലിപ് പിഗ്മെന്റേഷൻ ഉണ്ട്, മാത്രമല്ല എന്റെ ലിപ്പിന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങനെ തൊലി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് പകുതി യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു റെക്കമെൻഡ് ചെയ്യാണ്. ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നിങ്ങളുടെ ലിപ് പിഗ്മെന്റേഷനും കുറയും. നല്ല ലിപ്പ് നല്ലൊരു പ്ലംപി, ഒരു സോഫ്റ്റ് ആയിട്ട് ഇത് വെക്കും. ഇത് രാത്രി അപ്ലൈ ചെയ്ത് രാവിലെ വരെയും നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. പിന്നെ ഞാൻ ഇടക്ക് ലിപ്പ് സ്ക്രബ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ടാണ്. ഇത് ബെല്ലാവിറ്റ ഓർഗാനിക്കിന്റെ നിക്കോ ലിപ്സ് എന്ന് പറയുന്ന സ്ക്രബാണ് ഇത്. അപ്പൊ ഈ 2 പ്രൊഡക്റ്റാണ് ഞാൻ ലിപ്പ് കെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എന്തെങ്കിലും ലിപ്സ്റ്റിക്സിനെ കുറിച്ചിട്ട് അറിയാനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ലിങ്കും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്റെ അഞ്ജലി മധു എന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ വിഷ് ലിങ്കില് ബയോലുണ്ട്. വിഷ് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലിപ്സ്റ്റിക്സിന്റെ ഒക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അതിൽ ഇടാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. പിന്നെ മൈക്ക് പുതിയതായതുകൊണ്ട് ഇത് കേൾക്കുന്നുണ്ടോന്ന് തന്നെ എനിക്ക് അറിയില്ല. പിന്നെ ഇതിന് ഭയങ്കര നോയ്സും ഉണ്ട്. അപ്പം എന്തെങ്കിലും കേൾക്കാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് പതിയെ പതിയെ മൈക്കും പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.